മാനവരാശിക്ക് പുത്തൻ ഉണർവ് നൽകിയ പുതിയ നിയമത്തിൽ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മനോഹരമായ ഉപമ വർത്തമാനകാലത്തിലെ ചില സാഹചര്യങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ഈ ഉപമയുടെ ഒരു ദൃശ്യാവിഷ്കാരം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. 10 കന്യകമാർ. ഇതാണോ നമ്മുടെ വിശ്വാസം? മണവളം പറഞ്ഞിട്ടില്ലേ നാം അവിശ്വാസികളാകരുതെന്ന്? നമ്മൾ എത്ര പ്രാർത്ഥിച്ചു, വിശ്വാസ ജീവിതം നയിച്ചു, കർത്താവിനോട് ചേർന്ന് കർത്താവിന്റെ ഹിതം അനുസരിച്ച് ജീവിച്ചു. ഇതൊക്കെ ഈ കർത്താവ് കാണുന്നില്ലേ? ഇനി കുറച്ചു പേർ കൂടി വരാനുണ്ടല്ലോ. അവർ വരാതിരിക്കുമോ? അതോ അവർ നമുക്ക് മുന്നേ മണിയറയിൽ പ്രവേശിച്ചോ? ഇല്ല, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ വരും, വരാതിരിക്കില്ല. ഭക്തന്മാരൊക്കെ നേരത്തെ വന്ന് സീറ്റ് ബുക്ക് ചെയ്തല്ലോ. എന്നാലും എന്റെ അനുസമാമേ, നമ്മൾക്ക് ഒരേ പള്ളിയിലായിട്ട് നിങ്ങൾക്കൊന്ന് വിളിക്കാൻ പോലും തോന്നില്ലല്ലോ. കഷ്ടം തന്നെ കേട്ടോ. അവർക്ക് വണ്ടി കെട്ടി കാണത്തില്ല. അതിന് നിങ്ങളുടെ കൂട്ടാണോ? 2 പള്ളിയല്ലോ. ആ സൺഡേ സ്കൂളിലെ പിള്ളേരൊക്കെ കൂടിയിട്ട് പഠിപ്പിച്ചിട്ട് ഒന്നും ശരിയാകത്തില്ല. ഇന്നാണെങ്കിൽ സ്തോത്രം ചെയ്യാൻ പോലും സമയം കിട്ടിയില്ലേ. കഷ്ടം തന്നെ. കൊച്ചമ്മയില്ലാതെ സൺഡേ സ്കൂൾ കുട്ടികളെല്ലാം എന്തും ചെയ്തേനെമായിരുന്നു. ഷോപ്പിംഗ് ഡ്രസ്സിംഗ് നേരത്തെ പോരുന്നോ? ഫ്രണ്ട്സായതുകൊണ്ട് നേരത്തെ പോരുന്നല്ലേ? അടിച്ചാൽ മനുഷ്യന്റെ തൊണ്ട പോയി. ആട്ടെ, മറവാൻ ഇതുവരെ വന്നില്ലേ? ലേറ്റ് ആവുമെന്നാ തോന്നുന്നത്. ഞാൻ എന്റെ ഇന്റർനാഷണൽ ട്രിപ്പ് ഒക്കെ മാറ്റി വെച്ചില്ലാത്ത സമയത്ത് ഇങ്ങോട്ട് വന്നതാ കേട്ടോ. ക്രിസ്മസ് ആയിട്ട് എന്താ പരിപാടി? എന്റെ ചാനൊക്കെ വയനാട്ടിലല്ലയോ. ക്രിസ്മസിന് എനിക്ക് അങ്ങോട്ട് പോവാനുള്ളതാ. പിന്നെ ഇന്ന് ഞായറാഴ്ച മുടങ്ങാതെ ഇവിടെ പള്ളി വന്നെന്നുള്ളത് കൊണ്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. ക്രിസ്മസ് ആയിട്ട് ഇവിടെ കരോളൊന്നും ഇല്ലയോ? പിന്നെ കരോളില്ലാതിരിക്കും. യുനെസ്കോ പിള്ളേർ അച്ഛനെ സാന്താക്ലോസ് ആക്കാൻ ഇരിക്കുമെന്നാ കേട്ടത്. അല്ലേലും ആ സഖ്യം പിള്ളേർ പൊളിയാതെ എന്നാ ശുഷ്കാന്തിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട്. അതെ അതെ, കോയമ്മയൊക്കെ പാട്ട് എന്നാ രസമാ കേൾക്കാൻ. അതിലോ കീബോർഡ് വയ്ക്കുന്ന പെൺകൊച്ച് നമ്മുടെ ശ്രീപന്യാസം തോറ്റു പോത്തില്ലേ? അതെ അതെ, അത് ശരി തന്നെയായി. പള്ളി പണിയുന്നതിന് ഇത്രയും പാടുപെട്ട് കാണുന്നില്ല. കണ്ടില്ലയോ ഷാറൊക്കെ എഴുതിയിരിക്കുന്ന വളരെ മനോഹരമായി പള്ളി അലങ്കരിച്ചിരിക്കുന്നത്. ഞാനൊരു സോളോ ട്രിപ്പ് പോകാൻ ആലോചിക്കുന്നു. എനിക്കാണെങ്കിൽ തീരെ ടൈമില്ല. 2 പള്ളിയല്ലോ പ്രസംഗിക്കണം. ഞാനാണെങ്കിൽ പൗട്ട് മെയിനാ. അതുകൊണ്ട് ഞാനെങ്ങും പോകുന്നില്ല. ടൈമില്ല, ഡേറ്റ് ക്രാഷാ. ഓ പിന്നെ ഞങ്ങളെ 2 പള്ളിയിൽ കുർബാന എടുക്കുന്ന അച്ഛനില്ല ഇത്ര ബിസി. എന്തൊരു ചൂടാവിടെ. ഞാൻ കുവൈറ്റിലൊക്കെ എന്നോ എവിടെ നോക്കിയാലും AC. കാട്ടിലും റോഡിലും എന്ന് വേണ്ട എല്ലായിടത്തും ഹോസ്പിറ്റലില് പള്ളിയിൽ എല്ലാം AC. ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ പോലും ഒരു AC ഇല്ല. ഈ പള്ളിയെങ്കിലും ഒരു AC ആക്കിക്കൂടായോ? പള്ളിയുടെ സെക്രട്ടറി ട്രസ്റ്റ് നോക്കി വെച്ചിരിക്കുന്നത്. മിക്കവാറും അടുത്ത ഇടവസം ആകുമ്പോ പള്ളി മൊത്തം അച്ഛനും കൂടി AC ആക്കിക്കുമായിരിക്കും. മണവാളം ലേറ്റ് ആവുമെങ്കിൽ നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാല്ലേ? ഞങ്ങളൊന്ന് റെസ്റ്റ് എടുക്കാം. മണവാളം വരുവാണെങ്കിൽ വിളിച്ചേക്കണേ.
വിളക്കിലെ തിരി അല്പം താഴ്ത്തി പ്രിയനെ കാത്തിരിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ പ്രിയൻ വരുമ്പോൾ നമ്മളെ വിളക്കിലെ എണ്ണ തീർന്ന് തിരി കെട്ടുപോകും. സഹോദരിമാരെ, നമുക്ക് കുറച്ചു സമയം പ്രാർത്ഥിക്കാം, ദൈവവചനം വായിക്കാം, ദൈവത്തിന്റെ വചനത്തിനനുസരിച്ച് നമുക്ക് ജീവിക്കാം. ഇതിനായിട്ട് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. സ്വർഗരാജ്യം മണവാളിനെ എതിരേൽക്കാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യമാകും. അവരിൽ 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരുമായിരുന്നു. ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തില്ല, ബുദ്ധിയുള്ളവരെ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ചുറങ്ങി. അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവിന് 4 വിളി ഉണ്ടായി. അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട്, ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നതുകൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവീരെന്ന് പറഞ്ഞു. ബുദ്ധിയുള്ളവർ, ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിക്കാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവീരെന്ന് ഉത്തരം പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യക്ക് ചെന്നു, വാതിലടയ്ക്കുകയും ചെയ്തു. അതിനുശേഷം മറ്റേ കന്യകമാരും വന്നു. കർത്താവേ, കർത്താവേ, ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു. അതിനവൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആകയാൽ നാളും നാരികയും നിങ്ങൾ അറിയായിക്കൊണ്ട് ഉണർന്നിരിക്കുകയും. അവരോട് ചോദിച്ചാലോ? വേറെ പണിയില്ല, പിന്നെ അവരോട് ചോദിക്കാം. കന്യകമാരെ, ഞങ്ങളോട് പിണക്കം തോന്നരുതേ. ഞങ്ങളുടെ കൈവശമുള്ള എണ്ണ നിങ്ങൾക്കും ഞങ്ങൾക്കും തികയാതെ വരും. അതുകൊണ്ട് നിങ്ങൾ കടയിൽ പോയി വാങ്ങും. ഞാൻ എപ്പോഴേ പറഞ്ഞതല്ലേ അവരോടൊന്നും ചോദിക്കേണ്ട, കിട്ടത്തില്ലെന്ന്. എന്റെ അച്ഛൻ പണ്ടേ പറഞ്ഞുകൊണ്ട് ഇവരൊന്നും ഒന്നും തരത്തില്ലെന്ന്. ആ സത്യത്തിലെ പിള്ളേരോട് വല്ലതും ചോദിച്ചാലും 1 ലോറി എണ്ണ ഇല്ലെങ്കിൽ തന്നെ. ഹൈപ്പർ മാർക്കറ്റിൽ പോയി എണ്ണ വില കുറച്ച് കിട്ടും, അവിടെ നിന്ന് മേടിച്ചോണ്ട് വരാം. ഓ, BBS സാധനം വാങ്ങിച്ചോട്ടായിരിക്കും. പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. നിങ്ങൾ എല്ലാവരും എന്റെ വരവിനായി വിളക്കിൽ എണ്ണയുമായി കാത്തിരുന്നു വരുവിൻ. ഒരുങ്ങിയിരിക്കുന്ന മണവറയിൽ നമുക്ക് പ്രവേശിക്കാം. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ഒന്നാമത്തെ പന്തിയിൽ ഇരുന്നതാണ്. അയ്യോ, അവര് വാതിലടിച്ചിരിക്കുവാണല്ലോ. ചിക്കന്റെ എല്ലെങ്കിലും കിട്ടിയാ മതിയായിരുന്നു. ഞാൻ കർത്താവേ, ഞാൻ സാലമ്മയാണേ. ശാലമയോ? ഞാൻ നിന്നെ അറിയുന്നില്ല. അയ്യോ കർത്താവ്, എന്നെ അറിയത്തില്ലെന്നോ? ഞാൻ ബാല്യകാലം മുതൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചതാണ്. ഞാൻ ഒരു പുരോഹിത കുടുംബത്തിൽ ജനിച്ചതാണ്. അതുപോലെ കുവൈറ്റില്
സൺഡേ സ്കൂൾ, യുവജന സഖ്യം, ഇടവക മിഷൻ, സേവികാ സംഘം എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളിലും വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു. സേവികാ സംഘം ഡെപ്യൂട്ടേഷൻ 2-3 വഴികളിൽ മെസ്സേജ്, അത് സേവികാ സംഘം കുവൈറ്റ് സെന്റർ കലാമേള കോമ്പറ്റീഷന് കലാതിലകമായിരുന്നു. പോരാതെ ലീവിനിവിടെ വരുമ്പോ BBS ടീച്ചറായിരുന്നു, കൺവീനറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്നെ അറിയത്തില്ലെന്നോ? ഇവരെല്ലാം നിന്നെ അറിയുമായിരിക്കും, ഞാൻ നിന്നെ അറിയുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, കർത്താവേ, ഞാൻ നിഷയാ, എന്നെ അറിയത്തില്ലയോ? ഞാൻ നിന്നെ അറിയുന്നില്ല. അതെന്നെ വർത്താനാ കർത്താവേ പറയുന്നേ? എന്നെ എന്റെ അച്ഛനെ അറിയാത്ത ആരാ ഈ നാട്ടിലുള്ളത്? 2 പള്ളിയിലെ യുവജന സഖ്യം, സേവ്യ സംഘം, ഇപ്പൊ കൊയറ്, ഞാൻ അവിടുത്തെ മെയിനാ, എന്നിട്ട് എന്നെ അറിയത്തില്ലയോ? നിന്റെ ഇടവകയും യുവജന സഖ്യവും സേവ്യാ സംഘവും എല്ലാം ഞാൻ അറിയുന്നു, എന്നാൽ നിന്നെ അറിയുന്നില്ല. ഈശോ പക്ഷേക്ക് അങ്ങോട്ട് മാറും. കർത്താവേ, ഞാൻ സോഫയിനാണ്, എന്നെ അങ്ങ് അറിയുന്നില്ലേ? സൊഫൈനോ? ഞാൻ നിന്നെ അറിയുന്നില്ല. കൊള്ളാം. ഈ ലോകം മുഴുവൻ സെർച്ച് ചെയ്താൽ ഒരു സോഫയിനെ ഉണ്ട്, രണ്ടാമതൊരാളെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ ദൈവരാജ്യ ശുശ്രൂഷയിൽ ഞാൻ അങ്ങ് കേന്ദ്രം മുതൽ ഭദ്രാസന സെന്റർ തലങ്ങളിലൊക്കെ പ്രവർത്തിച്ചു. പോരാതെ ഇടവക ജനങ്ങളെ നയിക്കുന്ന ഇടവക സെക്രട്ടറിയായി. ഇപ്പൊ കുഞ്ഞുങ്ങളെ ദൈവരാജ്യ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവന്ന ശുശ്രൂഷയുടെ പ്രഥമ സ്ഥാനം ഞാൻ വഹിക്കുന്നു. ഇപ്പൊ കർത്താവിന് എന്നെ ഓർമ്മ വന്ന് കാണുമല്ലോ. നീ അനേക കാര്യങ്ങളിൽ വ്യാപൃതയായിരുന്നു, എന്നാൽ വേണ്ട കാര്യം അന്വേഷിച്ചില്ല. അതിനാൽ ഞാൻ നിന്നെയും അറിയുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, കർത്താവേ, ഞാൻ ബ്ലസ്, എന്നെ അറിയുമോ? ഞാൻ നിന്നെ അറിയുന്നില്ല. അതെന്തൊരു പറച്ചില കർത്താവ് ഈ പറയുന്നത്? ഞാൻ ഈ ഇടവകയിൽ വന്ന കാലം തൊട്ട് ഇവിടുത്തെ സകല എല്ലാ പ്രവർത്തനത്തിനും ഞാൻ നേതൃത്വം നൽകുന്നുണ്ട്. കൂടാതെ സൺഡേ സ്കൂൾ ടീച്ചർ, സൺഡേ സ്കൂൾ സെക്രട്ടറി, BBS കൺവീനറായിട്ട്, ഭദ്രാസന പ്രതിനിധിയായിട്ട്, കേന്ദ്ര പ്രതിനിധിയായിട്ട് എല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. എന്നിട്ട് കർത്താവ് എന്നെ അറിയത്തില്ലയോ? നീ മറ്റുള്ളവരുടെ മുമ്പിൽ പല നല്ല കാര്യങ്ങൾ കാട്ടിക്കൂട്ടി, എന്നാൽ ഹൃദയം കൊണ്ട് എന്നെ അന്വേഷിച്ചില്ല. ഞാൻ നിന്നെ സ്വീകരിക്കില്ല. സോണിയോ? ഞാൻ നിന്നെ അറിയുന്നില്ല. അതെന്താ കർത്താവേ, ഞാനിവിടെ പരിപാടിക്ക്, ഞാനിവിടെ പള്ളിയിൽ എന്തോരം പരിപാടിക്കൊക്കെ വന്നിട്ടുള്ളതാ. അതുമല്ല എന്തോരം പ്രസംഗിച്ചിട്ടുണ്ട്. അച്ഛനെക്കാട്ടിൽ കൂടുതൽ പ്രസംഗിച്ചിട്ടുള്ള ഞാനാണേ. അതുമല്ല കർത്താവിന് ഇഷ്ടമുള്ള കൊച്ചു കുഞ്ഞുങ്ങളാക്കിയിട്ടില്ലേ എന്റെ ഒരു കൂട്ട്. എന്നിട്ട് കർത്താവിന് എന്നെ അറിയത്തില്ലയോ? നീ പല നല്ല കാര്യങ്ങളും ചെയ്തു, പക്ഷെ എന്നെ യഥാർത്ഥമായി നീ മനസ്സിലാക്കിയില്ല. അതിനാൽ നീയും ഇവിടെ പ്രവേശിക്കില്ല. കർത്താവിന് നമ്മളെ ആരെ അറിയത്തില്ലെന്ന്. കർത്താവിനെ അറിയത്തില്ല, നിങ്ങൾ നിന്നിട്ട് കാര്യമില്ല. എന്തായാലും ക്രിസ്മസ് അല്ലയോ, ഞാനൊരു കേക്ക് കൊണ്ടുവന്നിട്ട് നമുക്കൊരു പീസ് കഴിച്ചിട്ടൊക്കെ പോകാം. നിൽക്കൂ. നിങ്ങൾ ഇതുവരെ എവിടെയായിരുന്നു? മറ്റുള്ള കന്യകമാരോടൊപ്പമല്ലേ ഞാൻ നിങ്ങളെ വിരുന്നിന് ക്ഷണിച്ചത്? നിങ്ങൾ എന്തുകൊണ്ട് വിവേകത്തോടെ എണ്ണ കരുതിയില്ല? ആകയാൽ നാളും നാഴികയും അറിയായ കൊണ്ട് ഉണർന്നിരിപ്പിൻ. കർത്താവേ, അടിയങ്ങളുടെ തെറ്റുകൾ അടിയങ്ങൾക്ക് മനസ്സിലായി. അടിയങ്ങളോട് അവിടുന്ന് ക്ഷമിക്കണമേ. നോട്ടത്തിലും വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും ഞങ്ങൾ പിഴച്ചുപോയി. കർത്താവേ, ഞങ്ങളുടെ പിഴവുകളെ ഞങ്ങളോട് ക്ഷമിച്ച് നിന്റെ നിത്യരാജ്യത്തിൽ ഞങ്ങളെ അവകാശമാക്കി തീർക്കണമേ. കർത്താവെ, ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിച്ച് ഞങ്ങളെ സ്വകരാജ്യത്തിൽ ചേർത്തുകൊള്ളുമാറാകണമേ. കർത്താവെ, ഞങ്ങളുടെ ഉള്ളിലുള്ള അഹങ്കാരവും നിങ്ങളവും ഒക്കെ ഞങ്ങളുടെ ഉള്ളിൽ നീക്കണമേ. ഞങ്ങളെ എല്ലാവരെയും അങ്ങയുടെ ദൈവരാജ്യത്തിൽ ചേർത്ത് കൊള്ളണമേ. കർത്താവേ, കൃപ തോന്നി ഞങ്ങളോട് കരുണ ഉണ്ടാകണമേ.
ദൈവരാജ്യം നാം മറന്നുപോകല്ലേ. അനുദപിച്ച് ദൈവത്തിൽ അഭയം പ്രാപിക്കുവാൻ ഓരോ വിളിക്കുമായി നമുക്ക് കാതോർക്കാം. ഇന്ന് ദൈവത്തിന്റെ മടങ്ങിവരവ് സംഭവിച്ചാൽ കടന്നു പോകുവാൻ നാം ഒരുങ്ങിയിട്ടുണ്ടോ? നമ്മുടെ വിളക്കുകൾ അണഞ്ഞു പോയിട്ടുണ്ടോ? അതോ എണ്ണയും വിളക്കുമായി അവനെ എതിരേൽക്കുമോ? ഈ ക്രിസ്മസ് കാലയളവിൽ നമ്മുടെ ഹൃദയങ്ങളിൽ യേശു ഉരുവാകട്ടെ. അങ്ങനെ നമ്മുടെ ജീവിതം ധന്യമാകട്ടെ. അവന്റെ വരവിനായി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം.